ബാംഗ്ലൂരിൽ നിന്ന് എത്തിയേക്കണ ഒരു പാർസലാണ്. സംഭവം ഇത് നൈട്രോ എഞ്ചിനാണ്. സാധാരണ ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ ടെക്നീഷ്യന്മാരെ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഗാരേജിലായിട്ട് ഈ ഒരു നൈട്രോ എഞ്ചിൻ സർവീസിന് വിട്ടതെന്ന് നമുക്ക് അറിയില്ല. സംഭവം ഇനി അവിടെ കൊടുത്തിട്ട് പറ്റാഞ്ഞിട്ടാണോ നമ്മുടെ ഗാരേജിലായിട്ട് ഇത് സർവീസിന് എത്തിയതെന്ന് അറിയില്ല. സംഭവം ഏതായാലും നമ്മളൊന്ന് അൺബോക്സ് ചെയ്യണതാണ്. ഭയങ്കര പാക്കിംഗ് ആണല്ലോ. അതെ, ഇതാണ് ഒരു എൻജിൻ വരുന്നത്. ഇതൊരു പുതുപുത്തൻ നൈട്രോ എഞ്ചിനാണ്. സംഭവം ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് പറയുന്നത് ഇത് ഫുൾ സ്റ്റാർട്ടർ വലിച്ചിട്ട് ഇതിന്റെ ക്രാങ്കിങ് കിട്ടുന്നില്ല. അതാണ് ഈ ഒരു എഞ്ചിന്റെ കംപ്ലൈന്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എഞ്ചിൻ ഒന്ന് അയച്ചു നോക്കാം, എന്തുകൊണ്ടാണ് ഇതിന് ക്രാങ്കിങ് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഫുൾ സ്റ്റാർട്ടറിന്റെ അവിടെ വരുന്ന ഈ ഒരു ബെയറിങ്ങിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് നമുക്ക് സർവീസ് ചെയ്ത് ഇടാൻ പറ്റും, പുതിയത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സർവീസ് ചെയ്ത് സെറ്റാക്കി ഇടാം. നമ്മളിപ്പോൾ ആ ഒരു ബെയറിങ് സെറ്റാക്കിയിട്ടുണ്ടാ, നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ടൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ സംഭവം സെറ്റാറുണ്ടടാ. നൈട്രോ എഞ്ചിൻ റെഡി ആയിട്ടുണ്ടാ. ഇതിന്റെ ക്രാങ്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. സംഭവം നല്ല ഉഷാറാണ്ടാ.